ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സിമ്പിളായിട്ടൊരു ഡെയ്സി ഫ്ലവർ ഉണ്ടാക്കിയല്ലോ. അതിനായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ അതിങ്ങനെ ഒരു വീലിൻ്റെ ഒരു ഷേപ്പിൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡ് ഒരുപോലെ കെട്ടിയെടുത്തൊരു ക്രീം കളർ നൂലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സൂചിയിൽ കോട്ട് അടിയിൽ നിന്ന് നടുവശത്തോട് ആദ്യം കുത്തിയെടുക്കണേ. വീല് കംപ്ലീറ്റ് ഓരോ ഇതായിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ പറയുമ്പോൾ കുറച്ച് ലെങ്ത് കൂടി പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം 3K ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് ഒത്തിരി താഴ്ത്തി വെച്ചിട്ടാണ് അടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ആ റൈറ്റ് ഭാഗത്തുള്ള എല്ലാം ഇതുപോലുള്ള എല്ലാ ഭാഗത്തും അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്ത അതിൽ നിന്നും ഒരിത്തിരി താഴ്ത്തി കണ്ടാലും മനസ്സിലാവും. ആദ്യത്തെ അളവിനല്ല രണ്ടാമത്തേത് ചെയ്തിട്ടുള്ളത്, കുറച്ച് താഴ്ത്തിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും നടുവിലോട്ട് കുത്തുക. പിന്നെ അടുത്ത ആ ഒരു ഇതളിലോട്ട് ഇങ്ങനെ വരിക. അതും റൈറ്റ് സൈഡിലാണ്. എല്ലാം ഈ വലതുവശത്തുള്ളത് മാത്രം ഈ ഒരു ഇത്തിരി താഴ്ത്തി കുത്തി എടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വലതുവശം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തതിന് ശേഷം അടുത്തത് ഇടതുവശത്തോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വലതുവശത്ത് നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലേസി ഡേസി അല്ല, ഡേസി ഫ്ലവർ അതിൻ്റെ ഒരു ചെറിയൊരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ റൈറ്റ് പോർഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ലെഫ്റ്റിലാണ്. റൈറ്റ് നമ്മൾ എത്ര അളവിനാണോ കുത്തിയത് അതേ അളവിന് തന്നെയാണ് ആ ലെഫ്റ്റ് ഭാഗത്തും ഇനി കുത്തിയെടുക്കേണ്ടത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു ഫ്ലവർ റെഡിയായി കിട്ടും. പിന്നെ നടുവിൽ വേണമെങ്കിൽ സ്വീക്വൻസോ സ്റ്റോണോ ബീഡ്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കളർ പേൾ, വൈറ്റ് അല്ല ക്രീം കളർ പേൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ക്രീം കളർ നൂലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം സൂചി കൊണ്ട് തന്നെയാണ് പേൾ ഞാൻ കോർത്തെടുത്തിട്ടുള്ളത്. കാരണം ആ പേളിൻ്റെ കുറച്ച് വലിപ്പമുള്ളൊരു ഹോളാണ്. അതുകൊണ്ട് ഈ സൂചി വെച്ച് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അഥവാ സൂചി പറ്റാത്തവർക്ക് ഹോള് ചെറിയ പേളാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ സൂചി കിട്ടും, അത് വാങ്ങി സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് ഞാൻ പേൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നടുവിലോട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോന്നായിട്ട് ഒരു 5 പേൾ ഞാനൊരു ഫ്ലവറിൻ്റെ നടുവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം 3 വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ 5 വെച്ചപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നി, അതുകൊണ്ടാണ്. കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലീഫിന് വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ ലേസി ഡേസി ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.